ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിൽ കൽപ്പറ്റയിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറി മഞ്ഞളാംകുല്ലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ മനോഹരമായ റിസോർട്ടുണ്ട്, സിൽവൻ റിസോർട്ട്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ. ഹായ്, എൻ്റെ പേര് ജുബിൻ. ഞാൻ സിൽവൻ റിസോർട്ടിലെ മാനേജറാണ്. നമ്മുടെ റിസോർട്ട് വരുന്നത് കൽപ്പറ്റയിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറി മഞ്ഞളാംകുല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സിൽവൻ റിസോർട്ട് എന്നാണ് പേര്. നമ്മുടേത് ഒരു കോഫി എസ്റ്റേറ്റ് ആണ്. അതിനകത്ത് വരുന്ന ഒരു 6 റൂംസാണ് നമ്മുടെ റിസോർട്ടിൻ്റെ മെയിനായിട്ട് വരുന്ന ഹൈലൈറ്റ്സ്. കോഫി എസ്റ്റേറ്റ് കൂടാതെ ഒരു ഫാം റിസോർട്ടും കൂടിയാണിത്. നമുക്ക് ഫാം ഐറ്റംസ് ഉണ്ട്. പശു, മുയലുകൾ, പട്ടികൾ, ടർക്കീസ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കൂടെ നമുക്ക് ഇതിലൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നമുക്ക് വരുന്ന 6 റൂംസിൽ 4 റൂംസ് പ്രീമിയം ലെവൽ AC റൂംസാണ്. 2 റൂംസ് വരുന്നത് നോൺ AC റൂംസാണ് കാറ്റഗറി വരുന്നത്. അത്യാവശ്യം പ്രീമിയം ലെവലുള്ള കാര്യങ്ങളാണ് നമ്മൾ റൂമിലും നമ്മുടെ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് ഫോറിനേഴ്സ് ഉണ്ട് ഗസ്റ്റായിട്ട്. കൂടുതലും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ട്. കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം, തമിഴ്നാട് എന്നുള്ളവരാണ് കൂടുതലും. സൗത്ത് ഇന്ത്യൻസാണ് കൂടുതൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്കും ഒരു 3 മാസം ആയിട്ടുള്ളൂ. പക്ഷേ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഒരു കോഫി എസ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ 1-2 അഗ്രികൾച്ചർ പ്രോഡക്ട്സും കൂടെ നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ കുരുമുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, കാപ്പിപ്പൊടി, ഇതൊക്കെ നമ്മൾ ഓർഗാനിക്കായിട്ട് ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് കുറച്ചും കൂടെ ഓർഗാനിക് പ്രൊഡക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നതുകൊണ്ട് അതും നമുക്ക് ഒരു വളരെ തൃപ്തി നൽകുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും അതിനെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സംഗതിയായിട്ടാണ്. ഓർഗാനിക് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ വളരെ കുറവാണ് വയനാട്ടിൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ എസ്റ്റേറ്റിൽ കൾട്ടിവേറ്റ് ചെയ്ത് അഗ്രികൾച്ചർ കൾട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിക്കാൻ വേണ്ടി വരുന്നതുകൊണ്ട്. റിസോർട്ട് കൽപ്പറ്റയ്ക്ക് 2.5 കിലോമീറ്റർ അടുത്താന്ന് പറഞ്ഞല്ലോ. നമ്മുടെ റിസോർട്ടിൽ നിന്ന് മെയിനായിട്ട് നമുക്കൊരു 20-30ഓളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഒരു 10-20 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്താൻ പറ്റുന്ന ദൂരങ്ങളേ ഉള്ളൂ. ഒരു മാക്സിമം 1/4 മണിക്കൂറിൽ നിങ്ങൾക്ക് ഏറെക്കുറെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇവിടെ നമ്മുടെ അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് ചെമ്പ്ര പീക്ക്. നമ്മുടെ 2 AC റൂംസ് ഫേസ് ചെയ്യുന്നത് തന്നെ ചെമ്പ്ര പീക്കിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞാൽ ബാൽക്കണി ഡോർ തുറന്നു കഴിഞ്ഞാൽ ചെമ്പ്ര പീക്ക് കണ്ടുകൊണ്ട് തന്നെ എണീക്കാൻ വേണ്ടി കഴിയും. ഏകദേശം ഒരു 25 കിലോമീറ്റർ അടുത്താണ് നമ്മുടെ ചെമ്പ്ര പീക്ക് നിൽക്കുന്നത്. പിന്നെ സൂചിപ്പാറ വാട്ടർഫാൾസ്, അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജുകൾ, ഇവിടുന്ന് എടക്കൽ ഗുഹയിലേക്കും ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുത്തുള്ളൂ. പിന്നെ നമ്മുടെ ബാണാസുര ഡാമിലേക്ക് ഒരു 20 കിലോമീറ്ററേ വരുന്നുള്ളൂ. അതുപോലെ വൈത്തിരി മെയിനായിട്ട് വരുന്ന ഡെസ്റ്റിനേഷനാണ്. അവിടത്തേക്ക് നമുക്കൊരു 15 കിലോമീറ്റർ, ഏകദേശം ഒരു 1/4 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏരിയയിലൊക്കെ നമുക്ക് എത്തിപ്പെടാം. നമ്മുടെ റിസോർട്ടിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, അതുപോലെ ചെസ്സ്, ക്യാരംസ് ബോർഡുകൾ, കുറച്ച് ഇൻഡോർ ഗെയിംസുകൾ, എയർ ഗൺ ഷൂട്ടിങ്, അതുപോലെ ക്യാമ്പ് ഫയർ, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ റിസോർട്ടിലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും ഗസ്റ്റിന് ഇഷ്ടമനുസരിച്ചിട്ട് അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് നമ്മുടെ റിസോർട്ടിൽ അവൈലബിൾ ആണ്.